ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിടിച്ച് കേട്ടടോ. നടക്കടി അങ്ങോട്ട്. സാറേ വേണ്ട സാറേ, അവൾ അങ്ങനെ സാറേ പ്ലീസ് സാറേ, സാറേ പറയുന്നു ഒന്ന് കേൾക്ക് സാറേ. സാറേ അയ്യോ മോളെ വന്ദനെ, കേറങ്ങോട്ട്. സാറേ വന്ദനെ, അയ്യോ അമ്പടി കള്ളി, ഇത് അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളല്ലേ? അപ്പൊ ഇത് മുഴുവൻ നീ ഒറ്റയ്ക്ക് അടിച്ചു മാറ്റി വച്ചിരിക്കുക. നല്ലടി പന്താനെ ശരിയാക്കി തരുന്നുണ്ടോ ഞാൻ? സർ, എവിടെയായിരുന്നേ? ഇവിടെ സർ, ഇതിന്റെ ഉള്ളില. ഇങ്ങ് വാ. ഇതെന്താടി, ഗ്ലൂക്കോസ് പൊടിയോ? എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്? ഇവരുടെ ഫുൾ ഡീറ്റെയിൽസും ഇത് കണ്ടെടുത്ത സ്ഥലവും കുറിച്ചെടുക്ക്. അയ്യോ സാറേ, ഇതെന്റെ മുറിയല്ല. പിന്നെ ആരുടെ മുറിയാ? അത് വന്ദനയുടെയാ. നടക്ക്. നടക്കടി അങ്ങോട്ട്. അയ്യോ നടക്ക അങ്ങോട്ട്. നിന്നോട് പ്രത്യേകിച്ച് പറയണോടി, നടക്കടി. അയ്യോ മോളെ വന്ദനെ. വസ്തേച്ചി, എന്താ പോലീസൊക്കെ? വന്ദന അല്ലേ? അതെ സർ. എന്താ പ്രശ്നം? പ്രശ്നം വേറൊന്നുമല്ല. നിങ്ങളുടെ മുറിയിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്തി.
മയക്കുമരുന്നോ? എന്റെ മുറിന്നോ? എന്തൊക്കെ സാറേ പറയുന്നേ? സാക്ഷി നിങ്ങളുടെ ഈ നിൽക്കുന്ന സഹോദരി തന്നെയാണ്. ഇത് ചതിയാണ് സർ. വസന്തേച്ചി, ഇവര് നമ്മളെ ചതിക്കാം. എന്റെ മുറിയിൽ ഒരു കാരണവശാലും മയക്കുമരുന്ന് വരില്ല. മതി, ഇനി സംസാരമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ടാവാം. ഇവളെ പിടിച്ച് ജീപ്പിൽ കയറ്റ്. തുടരുന്നെ. ആർക്ക് വേണ്ടിട്ട് കളിക്കുന്ന നാടകമാണെങ്കിലും ഒരു ദിവസം ഇത് പൊളിയും. ഇതിനൊക്കെ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും ഏമ്മമാർക്ക്. എന്റെ കഴുത്തിൽ താലി കെട്ടിയവന്റെ പേര് ജഗനെന്ന. കൂടുതൽ സീനുണ്ടാക്കാതെ ജീപ്പിലോട്ട് കയറിയിരിക്കാൻ നോക്ക്. അല്ലെങ്കിൽ അവനെയും കൂടെ കൂട്ടുപ്രതിയാക്കി കേസെടുക്കും ഞാൻ. ഇവളുടെ കയ്യിൽ വിലങ്ങ് വെച്ച് കേട്ടടോ. അയ്യോ, എന്താ ഈ ചെയ്യുന്നെ? വേണ്ട. വിട്. അയ്യോ, വിട്. സാറേ, വേണ്ട സാറേ. വിടാനാ പറയുന്നേ. അയ്യോ സാറേ, വേണ്ട സാറേ. ആവശ്യമുള്ളപ്പോ വിളിപ്പിക്കും. അപ്പോ സ്റ്റേഷനിൽ വന്നിരിക്കണം. പിടിച്ച് കേട്ടടോ. അയ്യോ, നടക്കടി അങ്ങോട്ട്. അയ്യോ സാറേ, വേണ്ട സാറേ. സാറേ, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. സാറേ, please. സാറേ, സാറേ പറയുന്നു ഒന്ന് കേൾക്ക് സാറേ. സാറേ, അയ്യോ മോളെ വന്നനെ. കേറങ്ങോട്ട്. സാറേ, വന്നനെ. അയ്യോ. ജഗന്റെ വിജയമോർത്ത് പരാജയഭീതി പൂണ്ടിരുന്ന കുറുപ്പിനെ ഞാൻ ഓർക്കുന്നു. അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ, പരാജയം കൊണ്ട് മുഖം വീർപ്പിച്ച അനിയനെ ഇനി കാണരുത്, വിജയം കൊണ്ട് ചിരിക്കുന്ന മുഖം കാണണമെന്ന്. പരാജയം അറിയാത്തവന് പറഞ്ഞിട്ടുള്ളതാ ചിരി. അങ്ങോട്ട് ചിരിക്കടാ. വിക്രമിനെ കുറിച്ച് നീ പറഞ്ഞതെന്താ? നിന്നേക്കാൾ കോടീശ്വരനും ഉന്നതന്മാരുമായിട്ട് പിടിപാടുള്ളവനുമാണെന്ന്. അയാളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന്. മാനത്തെ കൊട്ടാ